ഹായ് ഫ്രണ്ട്സ്, ജേർണലിംഗ് ജേണിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാലി പ്രൈമിൽ ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. എന്താണ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി എന്ന് നോക്കാം ആദ്യം നമുക്ക്. ഓക്കെ, ടാലിയിൽ പർച്ചേസ് വൗച്ചറിലും സെയിൽസ് വൗച്ചറിലും ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി എന്നൊരു ഫീച്ചർ അവൈലബിൾ ആണ്. ടാലി പ്രൈമിലോ ടാലി ERP9 ഏത് ടാലി വേർഷൻ ഏതായാലും നമുക്ക് ഇതിനകത്ത് പർച്ചേസിലും സെയിൽസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി. പർച്ചേസ്, സെയിൽസ്, അതുപോലെ റിട്ടേൺസ്, ഇൻവെൻട്രി റിലേറ്റഡ്, സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വൗച്ചേഴ്സിനും നമുക്ക് ഈ ഫീച്ചർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിൽ നമുക്ക് ആക്ച്വൽ ക്വാണ്ടിറ്റിയും ബിൽഡ് ക്വാണ്ടിറ്റിയും തമ്മിൽ വ്യത്യാസം വരാം. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണ്. പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി 10 എണ്ണമാണ്, 10 ക്വാണ്ടിറ്റിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യണത്. പക്ഷേ ബിൽഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 8 എണ്ണേ ഉള്ളൂ. നമ്മൾ 10 എണ്ണം പർച്ചേസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റോക്ക് 10 എണ്ണം വരുന്നുണ്ട്. പക്ഷേ ബിൽഡ് ക്വാണ്ടിറ്റി, ബില്ലിൽ വരുന്ന ക്വാണ്ടിറ്റി പറയുന്നത് 8 എണ്ണേ ഉള്ളൂ. അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റിയും ബിൽഡ് ക്വാണ്ടിറ്റിയും തമ്മിൽ ഡിഫറൻസ് വന്നു. ഈ സിറ്റുവേഷനിലാണ് നമുക്ക് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി സെറ്റ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ലെഡ്ജേഴ്സും സ്റ്റോക്ക് ഐറ്റവും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ വൗച്ചേഴ്സിലേക്ക് പോവാം. വൗച്ചറിൽ പോയി പർച്ചേസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. F9 പർച്ചേസ് നമ്മൾ പ്രസ് ചെയ്തു. F9 പർച്ചേസ്. ഓക്കെ, പർച്ചേസ് വൗച്ചർ നമ്മൾ ഓപ്പൺ ചെയ്തു. ഈ പർച്ചേസ് വൗച്ചറിനകത്താണ് നമുക്ക് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി വരേണ്ടത്. ഇത് നോർമൽ പർച്ചേസ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാ സെറ്റിങ്സും അല്ലെങ്കിൽ ഏത് ഫീച്ചർ എനേബിൾ ചെയ്യാനും നമ്മൾ F11 ആണല്ലോ യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് F11 പ്രസ് ചെയ്യാം. F11 അകത്ത് ഇവിടെ ഉണ്ടായിരിക്കും യൂസ് സെപ്പറേറ്റ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി കോളം ഇൻ ഇൻവോയ്സ് എന്നുള്ളത്. ഈ ഓപ്ഷൻ ഇവിടെ വരണമെങ്കിൽ നമ്മളിവിടെ മുകളിൽ ഷോ മോർ ഫീച്ചേഴ്സ് എന്നുള്ളത് എസ് ആക്കിയാൽ മാത്രമേ ഇത്ര ഓപ്ഷൻസ് ഇവിടെ വരുള്ളൂ. അപ്പോൾ ഇവിടെ ഷോ മോർ ഫീച്ചേഴ്സ് എസ് ആയിരിക്കണം. അത് എസ് ആക്കിയാൽ മാത്രമേ ഇവിടെ താഴെ യൂസ് സെപ്പറേറ്റ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി കോളം ഇൻ ഇൻവോയ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റൂ. ഈ ഓപ്ഷൻ നമ്മൾ എസ് ആക്കിയിട്ട് ആക്സെപ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ വൗച്ചറിനകത്ത് ക്വാണ്ടിറ്റിയെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് കാണാം, ആക്ച്വൽ ക്വാണ്ടിറ്റി അതേപോലെ ബിൽഡ് ക്വാണ്ടിറ്റി. ഇനി നമുക്കൊരു വൗച്ചർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മളോട് സപ്ലയേഴ്സ് ഇൻവോയ്സ് നമ്പറാണ്. നമ്മൾ സപ്ലയറുടെ ഇൻവോയ്സ് നമ്പർ കൊടുത്തു, 1001 കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞാൽ പാർട്ടിയുടെ പേര് PQR എന്നാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു, അഡ്രസ്സൊക്കെ കൊടുത്തു. അടുത്തത് പർച്ചേസ് ലെഡ്ജറും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെയിം ഓഫ് ഐറ്റം TV ആണ്, TV ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പർച്ചേസ് ചെയ്യണ ക്വാണ്ടിറ്റി ഇപ്പോൾ ഒരു 100 എണ്ണാണെങ്കിൽ 100 ക്വാണ്ടിറ്റി കൊടുത്തു. ഇനി ബിൽഡ് ക്വാണ്ടിറ്റി, ബില്ല് വരുന്നത് 95 എണ്ണമാണ്. അപ്പോൾ നമ്മൾ ബിൽഡ് ക്വാണ്ടിറ്റിയിൽ 95. റേറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റേറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. ടോട്ടൽ എമൗണ്ട് 9,50,000, 9,50,000 രൂപയാണ് വരുന്നത്. എൻ്റർ അടിച്ചു. മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ബിൽവേസിൻ്റെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ന്യൂ റെഫറൻസ് കൊടുത്തു, ഇൻവോയ്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻ്റർ അടിച്ച് സേവ് ചെയ്തു. ഇനി നമ്മൾ റിപ്പോർട്ട് നോക്കാം. സ്റ്റോക്ക് സമ്മറി എടുത്തു. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ സ്റ്റോക്ക് സമ്മറിയിൽ പോയി റിപ്പോർട്ടിൽ നമുക്ക് വന്നിട്ടുള്ളത് TV 100 ക്വാണ്ടിറ്റിയാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. കാരണം ആക്ച്വൽ ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ വന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് 100 അപ്പോൾ ഇവിടെ നമുക്ക് റിപ്പോർട്ടിൽ 100 ക്വാണ്ടിറ്റിയാണ് കാണാൻ കഴിയുക. ഇനി വീണ്ടും നമ്മൾ വൗച്ചറിൽ തന്നെ പോയി നമ്മൾ ചെയ്തിട്ടുള്ള എൻട്രി നമുക്ക് കാണണമെങ്കിൽ പേജ് അപ്പ് എന്നുള്ള കീ ഉണ്ടായിരിക്കും. ആ പേജ് അപ്പ് പ്രസ് ചെയ്താൽ മതി. തൊട്ട് മുമ്പ് ചെയ്ത എൻട്രി നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത ഇൻവോയ്സ്. നമ്മളിത് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുത്ത് നോക്കാം. നമുക്ക് പ്രിൻ്റർ കണക്റ്റഡ് അല്ല, എന്നാലും നമുക്ക് പ്രിൻ്റ് പ്രിവ്യൂ കാണാം. പ്രിൻ്റ് എടുക്കാൻ Ctrl+P പ്രസ് ചെയ്യുക, Ctrl+P പ്രിൻ്റ്. അപ്പോൾ അതിനകത്തുണ്ടാവും പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ട് കാണാം. ഇവിടെ പ്രിവ്യൂ ഉണ്ടാവും. പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതാണ് പ്രിൻ്റ് പ്രിവ്യൂ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാൻ വേണ്ടിയിട്ട് Alt Z സൂം ചെയ്ത് കാണാൻ
അപ്പോൾ സൂം ചെയ്തു. ഇവിടെ നോക്കൂ, നമ്മൾ ഓപ്പൺ ചെയ്ത ഇൻവോയ്സ് 100 ക്വാണ്ടിറ്റി ആക്ച്വലും ബിൽഡ് 95 ആയിരുന്നു. സ്റ്റോക്ക് സമ്മറിയിൽ പോയി നോക്കിയപ്പോൾ 100 ക്വാണ്ടിറ്റി അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ബില്ല് വന്നിരിക്കുന്നത് ഇവിടെ 95 എണ്ണത്തിനേ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് 100 എണ്ണമാണ്. അതേപോലെ ബില്ല് വരുമ്പോൾ അതിൽ 95 ഉണ്ടായിരിക്കുള്ളൂ. ഇതാണ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റിയിൽ വരുന്ന വ്യത്യാസം. ഓക്കെ, ഇതുപോലെ നമുക്ക് സെയിലും ചെയ്ത് നോക്കാം. വൗച്ചേഴ്സിൽ പോയി F8 സെയിൽസ് എടുത്തു. ഫസ്റ്റ് പാർട്ടിയുടെ പേരാണ് ചോദിക്കുന്നത്. പാർട്ടിയുടെ പേര് നമ്മൾ XYZ കൊടുത്തു. ആളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു. സെയിൽസ് ലെഡ്ജർ സെയിൽസ്, ഐറ്റം നമ്മൾ TV കൊടുത്തു. ഇവിടെ ഇതുപോലെ 2 കോളം കാണാം, ആക്ച്വൽ ക്വാണ്ടിറ്റി, ബിൽഡ് ക്വാണ്ടിറ്റി. ആക്ച്വൽ ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ നമ്മളൊരു 10 എണ്ണമാണ് സെയിൽ ചെയ്യണത്. 10 എണ്ണം സെയിൽ ചെയ്തു. ബില്ല് വരുന്നത് 9 എണ്ണത്തിനേ ഉള്ളൂ. അപ്പോൾ 9 കൊടുത്തു. അങ്ങനെ 1,80,000 സേവ് ചെയ്തു. ന്യൂ റെഫറൻസ് കൊടുത്തിട്ട് സേവ് ചെയ്തു. ഓക്കെ, നമുക്കതിൻ്റെ പ്രിൻ്റ് ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കാം. Ctrl+P പ്രിൻ്റ്, പ്രിവ്യൂ കൊടുത്തു. പ്രിവ്യൂ കൊടുത്താൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് 9 ക്വാണ്ടിറ്റി. കാരണം ഇവിടെ ബിൽഡ് ക്വാണ്ടിറ്റി പറയുന്നത് 9 എണ്ണമാണ്. അപ്പോൾ 9 ക്വാണ്ടിറ്റിയുടെയാണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, ബില്ല് വന്നിട്ടുള്ളത്. ഇനി നമ്മളുടെ സ്റ്റോക്ക് സമ്മറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു, സ്റ്റോക്ക് സമ്മറി എടുത്തു. സ്റ്റോക്ക് സമ്മറിയിൽ 90 ക്വാണ്ടിറ്റി. 100 എണ്ണം പർച്ചേസ് ചെയ്തു, 10 എണ്ണം സെയിൽ ചെയ്തല്ലോ. അപ്പോൾ 10 ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ബാക്കി 90 നമ്മളുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ക്വാണ്ടിറ്റി കാണുന്നത്. പക്ഷേ പ്രിൻ്റ് എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് 9 എണ്ണേ ഉള്ളൂ. കാരണം എന്താണ്, ബിൽഡ് ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത് 9 എണ്ണമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി ടാലി പ്രൈമിൽ ചെയ്യാൻ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അക്കൗണ്ട്സ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.